കോർപ്പറേറ്റ് നികുതി പരിഷ്കാരങ്ങൾ മുതൽ വരുമാന വളർച്ചയും ആഗോള സാമ്പത്തിക സ്ഥാന നിർണയവും വരെ നിർണായക വെല്ലുവിളികൾക്കൊപ്പം സുപ്രധാന നാഴികക്കല്ലുകൾക്ക് നിർമ്മല സീതാരാമന്റെ പാതയിൽ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പോയ 6 കേന്ദ്ര ബജറ്റുകളുടെ കാലയളവിലും നിർമ്മല സീതാരാമൻ സങ്കീർണമായ പല ഇക്കണോമിക് സിറ്റുവേഷൻസും കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. തുടർച്ചയായ 7ാം തവണയും 7ാം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന എല്ലാ കാലത്തും ഈ കാലയളവിൽ നടന്ന പ്രധാന നേട്ടങ്ങളും വെല്ലുവിളികളും ഒപ്പം അവരുടെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും കൂടാതെ ഇന്ത്യയുടെ സാമ്പത്തിക പാതയിൽ അവ ചെലുത്തിയ സ്വാധീനത്തെപ്പറ്റിയും ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത്, ആദ്യ ബജറ്റിൽ കോർപ്പറേറ്റ് നികുതി കുറച്ചു എന്നതാണ്. 2019 തന്റെ ആദ്യ ബജറ്റിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ ഗണ്യമായി നിർമ്മല സീതാരാമൻ കുറച്ചു. ഈ നീക്കം ഇന്ത്യയുടെ നികുതി വ്യവസ്ഥയെ ആഗോള നിലവാരവുമായി യോജിപ്പിക്കാനും കൂടുതൽ കോമ്പറ്റീറ്റീവ് ബിസിനസ് അന്തരീക്ഷം വളർത്താനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടായിരുന്നു. സാമ്പത്തിക വളർച്ചയെ ശക്തമാക്കാനുള്ള തന്ത്രപരമായ ചുവടുവെപ്പായി ഈ നടപടിയെ കാണപ്പെട്ടു. പക്ഷേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അതിന്റെ സ്വാധീനമെന്നും ചോദ്യം ചെയ്യപ്പെട്ടു. ആഭ്യന്തര വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് കോർപ്പറേറ്റ് നികുതി നിരക്ക് മറ്റു പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു തലത്തിലേക്ക് കുറയ്ക്കുകയായിരുന്നു. കുറഞ്ഞ നികുതികൾ ഉണ്ടായിരുന്നിട്ടും തൊഴിലവസരങ്ങളിൽ പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ഉണ്ടായില്ല. പ്രധാനമായും ലേബർ ഇൻറ്റൻസീവ് നിക്ഷേപങ്ങളെക്കാൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ഉള്ള ഒരു മാറ്റം. ഈ മാറ്റം മൂലമെന്നാണ് വിമർശകർ വാദിക്കുന്നത്. 2024 ആശങ്കകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓട്ടോമേഷനിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്കും വ്യവസായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിർമ്മല സീതാരാമൻ നികുതി വെട്ടിക്കുറവിനെ ന്യായീകരിച്ചു. ഉടനടി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ലെങ്കിലും വർദ്ധിച്ച വ്യാവസായിക ശേഷികളുടെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും ദീർഘകാല നേട്ടങ്ങളും ഈ നേട്ടങ്ങളിലൂടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും നിർമ്മല സീതാരാമൻ തറപ്പിച്ചു പറയുന്നുണ്ട്. അടുത്തത് 6 ബജറ്റുകളിലും ഇൻകം ടാക്സ് വർദ്ധിപ്പിച്ചില്ല എന്നതാണ്. എല്ലാ വെല്ലുവിളികൾക്കിടയിലും സ്ഥിരമായ ആദായ നികുതി നിരക്കുകൾ നിലനിർത്തിയിരുന്നു. ഈ നീക്കം നികുതിദായകർക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുത്തു. എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് സഹായകരവുമായിരുന്നു. അതേപോലെ കണ്ടിന്യൂവിറ്റി ഉറപ്പാക്കിയിരുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കും ആഭ്യന്തര സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും ഇടയിൽ കൺസംഷനും ഒപ്പം ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും സപ്പോർട്ട് ചെയ്യുന്ന തന്ത്രപരമായ സ്ട്രാറ്റജി ആയിരുന്നു ഇത്. സാമ്പത്തിക ആഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സാമ്പത്തിക സ്ഥിരത നിർണായക പങ്ക് വഹിച്ച COVID-19 പാൻഡമിക് സമയത്ത് ആദായ നികുതി നിരക്ക് ഉയർത്തേണ്ടതില്ലെന്ന തീരുമാനം നിർണായകമായിരുന്നു. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും ധനമന്ത്രി ശ്രദ്ധിച്ചത് റേറ്റ്സ് ഉയർത്തുന്നതിന് പകരം ടാക്സ് വിപുലപ്പെടുത്തുന്നതിലായിരുന്നു. അടുത്തത് GST ഉൾപ്പെടെ വരുമാനത്തിൽ വർധനവ്. നിർമ്മല സീതാരാമന്റെ മേൽനോട്ടത്തിൽ ചരക്ക് സേവന നികുതി അഥവാ GST വഴി ഗണ്യമായ വരുമാന ശേഖരണത്തിന്റെ വർധനവിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അവരുടെ കാലാവധിക്ക് മുൻപ് ശരാശരി പ്രതിമാസ GST ശേഖരണം 1 ലക്ഷം കോടിയിൽ താഴെയായിരുന്നു. എന്നാൽ 2023-24 ആയപ്പോഴേക്കും അത് 1,70,000 കോടി രൂപയായി ഉയരുകയായിരുന്നു. ഉറപ്പായും ഒരു മെച്ചപ്പെട്ട ഇക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ്. ഇൻഡയറക്റ്റ് ടാക്സുകളിലെ ഈ വളർച്ച സ്ഥിരമായ ഡയറക്റ്റ് ടാക്സ് പിരിവുകൾക്ക് സഹായകവുമായി. മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രതിരോധത്തിനും സഹായിച്ചു. പക്ഷേ ഈ നീക്കത്തിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ടാക്സ് സ്ക്രൂട്ടണിയിലും മറ്റ് അനുബന്ധമായ വർധനവ് ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകാരെയും പ്രൊഫഷണലുകളെയും ബാധിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അത്. മുൻകാല നികുതി ആവശ്യങ്ങളും ദൈർഘ്യമേറിയ ഓഡിറ്റുകളും ഒക്കെ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തെക്കുറിച്ചും നികുതി ഭരണത്തിന്റെ നീതിയെക്കുറിച്ചും ആശങ്ക ഉയർത്തിയിരുന്നു. ഇനി നിക്ഷേപം വിറ്റഴിക്കൽ ഒരു നിരന്തരമായ ആശങ്ക ഉണ്ടാക്കി എന്നതാണ്. നിക്ഷേപം വിറ്റഴിക്കാനുള്ള ശ്രമങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ കണ്ടുവെന്ന് തന്നെ പറയാം. തിരിച്ചടികൾക്കിടയിലും എയർ ഇന്ത്യയുടെ വിൽപ്പന ശ്രദ്ധേയമായിരുന്നു. അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് വിപണി സാഹചര്യങ്ങൾ മുതൽ ഉദ്യോഗസ്ഥ കാലതാമസം വരെ തടസ്സങ്ങൾ നേരിട്ടു. പ്രതീക്ഷിക്കുന്ന വരുമാന നേട്ടങ്ങളും തന്ത്രപരമായ പങ്കാളിത്തവും പരിമിതപ്പെട്ടു. എയർ ഇന്ത്യയുടെ വിൽപ്പന ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിയപ്പോൾ മറ്റ് ഓഹരി വിറ്റഴിക്കൽ പ്രതീക്ഷിച്ച പോലെയുള്ള ലക്ഷ്യങ്ങൾ നേടിയില്ല. അസറ്റ് മൂല്യനിർണ്ണയം, നിയന്ത്രണ സങ്കീർണതകൾ, നിക്ഷേപകരുടെ ആത്മവിശ്വാസം എന്നിവയിലെ വെല്ലുവിളികൾ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണ ശ്രമങ്ങളിലെ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിച്ചു എന്നും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റഴിക്കൽ അത്ര കണ്ട് സക്സസ്ഫുൾ ആയിരുന്നില്ല എന്ന് തന്നെ പറയാം. അടുത്തതായി സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയെ 7ാം സ്ഥാനത്ത് നിന്നും 5ാം സ്ഥാനത്തേക്ക് ഉയർത്തി എന്നതാണ്.
സീതാരാമന്റെ ഭരണകാലത്തെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് 2018 7ാം സ്ഥാനത്ത് നിന്നും 2022 ആഗോള GDP റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നതാണ്. ഈ കുതിപ്പ് ആഗോള സാമ്പത്തിക മാറ്റങ്ങൾക്കും ആഭ്യന്തര പരിഷ്കാരങ്ങൾക്കും ഇടയിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ദൃഢതയും വളർച്ചയുടെയും പാതയെ അടിവരയിടുന്നുണ്ട്. UK പോലുള്ള പരമ്പരാഗത സാമ്പത്തിക ശക്തികളെ മറികടന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന സുസ്ഥിര സാമ്പത്തിക വികാസം, ഘടനാപരമായ പരിഷ്കാരങ്ങൾ, ജനസംഖ്യാപരമായ ലാഭവിഹിതം എന്നിവയിലൂടെയാണ് ഈ കുതിപ്പ് കൈവരിച്ചത്. അടുത്തത് ധനക്കമ്മി, അതായത് ഫിസ്ക്കൽ ഡെപ്പോസിറ്റ് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു. ഫിസ്ക്കൽ ഡെപ്പോസിറ്റ് കൈകാര്യം ചെയ്യുന്നത് സീതാരാമന്റെ സാമ്പത്തിക നയങ്ങൾക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പ്രാരംഭ വർഷങ്ങളിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെങ്കിലും COVID-19 പോലുള്ള ആഘാതങ്ങൾ സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ധനക്കമ്മി താൽക്കാലികമായി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ പ്രതികൂല ആഘാതങ്ങൾ ലഘൂകരിക്കുകയും പല വെല്ലുവിളികളെയും ധനപരമായ നടപടികളിലൂടെ സീതാരാമൻ നാവിഗേറ്റ് ചെയ്തു. ധനക്കമ്മിയുടെ ഗതി സ്റ്റേബിൾ അല്ലെങ്കിലും സാമ്പത്തിക വീണ്ടെടുക്കലിനും സാമൂഹ്യക്ഷേമ പരിപാടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് മാക്രോ ഇക്കണോമിക് സ്ഥിരത നിലനിർത്താനുള്ള ശ്രമങ്ങളെ പ്രതിഫലിപ്പിച്ചു. എന്തായാലും നിർമ്മല സീതാരാമന്റെ 6 യൂണിയൻ ബജറ്റുകളും ശ്രദ്ധേയമായ നേട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് നികുതി പരിഷ്കാരങ്ങളും വരുമാന വളർച്ചയും മുതൽ ആഗോള സാമ്പത്തിക സ്ഥാനനിർണ്ണയവും ധനകാര്യ മാനേജ്മെന്റും വരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപ്രകൃതിയെ മെച്ചമായി രൂപപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മല സീതാരാമന്റെ ഭരണകാലം. GST പരിഷ്കരണം, GDP വളർച്ച തുടങ്ങിയ വിജയങ്ങൾ സ്ട്രോങ് ആണെങ്കിലും ഓഹരി വിറ്റഴിക്കലും ധനക്കമ്മി മാനേജ്മെന്റിലെയും വെല്ലുവിളികൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തിൽ തുടർച്ചയായ ശ്രദ്ധയും പരിഷ്കരണവും ആവശ്യമായ മേഖലകളെ ഉയർത്തിക്കാട്ടുന്നു. സാമ്പത്തിക രംഗം വികസിക്കുമ്പോൾ ശരിക്കും നിർമ്മല സീതാരാമന്റെ നയങ്ങൾ ഏറെയും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും പ്രതിരോധത്തിലേക്കും ഉള്ള ഇന്ത്യയുടെ പാതയെ സ്വാധീനിക്കുന്നത് തുടരുമെന്ന് തീർച്ച.